ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമ്മുടെ കൈ ഇതാ ഏകദേശം കെട്ട കഴിക്കാനുള്ള പാകത്തിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡോക്ടറിനോടൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഒരു 2 ദിവസത്തിനകം കെട്ടായി. ഇപ്പൊ നമുക്ക് കൈ ഇല്ലെങ്കിലും കയ്യിൽ കെട്ടുണ്ടെങ്കിലും നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ അടങ്ങിയിരിക്കാൻ പറ്റുമോ? കെട്ടിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, സ്വാഭാവികം. അപ്പൊ ഇവിടെ ഇപ്പൊ സമയം വൈകുന്നേരം 4 മണി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് അരിയുണ്ടയാണെന്ന്. പക്ഷെ ഇത് അരിയുണ്ടയല്ല, ഇതാണ് ഗോതമ്പുണ്ട. ഐ മീൻ ജയിലിൽ കിട്ടുന്നുണ്ടല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉണ്ടയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അരി എടുത്തിട്ട് ഉണ്ടാക്കൂലേ, അതിന് പകരമായിട്ട് ഗോതമ്പുണ്ട് ഉണ്ടാക്കുന്നത്, അത്രേ ഉള്ളൂ. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് അവിടുത്തെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവള് വലിയ പരിഷ്കാരി, ഇതുവരെ ഗോതമ്പുണ്ടെന്ന് തിന്നിട്ടില്ലേ? തിന്നിട്ടുണ്ട്, പക്ഷെ അത് നമ്മുടെ അരിയൊക്കെ നല്ലോണം വറുത്ത് പൊടിച്ച് തേങ്ങയും വെള്ളമൊക്കെ ഇട്ടിട്ട് കുറച്ച് കട്ടൻ ചായയൊക്കെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഉണ്ട പിടിക്കല്ലോ, അയ്യുണ്ട തിന്നിട്ടുണ്ട്. പക്ഷെ ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. വൈകുന്നേരം 4 മണിയാകുമ്പോൾ വയറ്റിൽ നിന്ന് ഇങ്ങനെ ഗുളുകുളു കേൾക്കുമ്പോൾ ഒരു സാധനം തിന്നാനില്ലെങ്കിൽ ഞാൻ എന്താക്കും, കുറച്ച് അരി എടുത്തിട്ട് നല്ല ചീൻചട്ടിയിലിട്ട് വറുത്തിട്ട് അത് കട്ടൻ ചായയിലിട്ട് തിന്നും. തേങ്ങയും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ഉണ്ടയൊക്കെ ആക്കിയിട്ട് അങ്ങനെയും തിന്നും. ഇനിയിപ്പോൾ വൈകുന്നേരം 4 മണിക്ക് ചായക്കടിക്ക് എന്ത് ചെയ്യും അല്ലയാന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വേണ്ടയുടെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ഗോതമ്പ് നമ്മളെ നോക്കി ചിരിക്കുന്നു. എന്നെ ചേട്ടന്റെ സഹായത്തോടു കൂടി അവനെ തട്ടി ഉണ്ടയാക്കി പ്ലേറ്റിലാക്കി. പിന്നെ ഒരു 3-4 അകത്തും ആക്കി. ശുഭം. പിന്നെ ഇത് ഓൾറെഡി കഴിച്ചവരുണ്ടെങ്കിൽ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഇത് ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കണേ.